വ്യൂവേഴ്സ്, ഇതേതാ വാഹനം എന്ന് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായി, കാരണം വേറെ ഒരു വാഹനത്തിലും ഇങ്ങനെ ഒരു കളർ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അതെ, ഇതാണ് നമ്മുടെ സ്കോഡയുടെ കൈലാക്ക്. അപ്പോൾ കൈലാക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വേർഡ് സാൻസ്ക്രിറ്റ് വേർഡാണ്. അർത്ഥം എന്താണെന്ന് വെച്ചാൽ ക്രിസ്റ്റൽ എന്നാണ് സ്കോഡ പറയുന്നത്. അപ്പോൾ ഈ വാഹനത്തിനെ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കുഷാക്ക് കിടക്കുന്നുണ്ട്, സ്ലാവിയും കിടക്കുന്നുണ്ട്. അപ്പോൾ കുഷാക്കിൻ്റെ കീഴെയാണ് ഇതിൻ്റെ ആക്ച്വലി പൊസിഷൻ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എഞ്ചിൻ ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. 1 ലിറ്റർ TSI പെട്രോൾ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ദാറ്റ് പ്രൊഡ്യൂസേഴ്സ് 85 കിലോവാട്ട് പവറും അതുപോലെ തന്നെ 178 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. അതുപോലെ തന്നെ ആ വാഹനത്തിനെക്കാട്ടിലും കുഷാക്കിനെക്കാട്ടിലും 23 സെൻറ്റിമീറ്റർ കുറവാണ് വരുന്നത്. പക്ഷേ സൈസ് ആൾമോസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് പറയേണ്ടത് ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ സെഗ്മെൻറ്റിൽ വരുന്നത്. ഇതിൻ്റെ കോമ്പറ്റീറ്ററിനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. 446 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബൂട്ടൊന്ന് തുറന്ന് കാണിച്ചു തരാം. എൻ്റെ ഇതെവിടെയാണെന്ന് നോക്കണം. ജസ്റ്റ് എ സെക്കൻഡ്. നമുക്ക് നോക്കിയാലോ, എവിടെയാണ്? അതാ ഇവിടെയാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാവ്, ഓക്കെ, ഇതാണ് 446 ലിറ്റർ വലിയ ബൂട്ട് സ്പേസ് ആണ്. നമ്മുടെ ചേട്ടനെക്കാട്ടിലും കൂടുതലാണ് അനിയന് ബൂട്ട് സ്പേസ് വരുന്നത്. ചേട്ടനാണെങ്കിൽ അറൗണ്ട് 300 സംതിങ് ബൂട്ട് സ്പേസാണ് വരുന്നത്. എന്നാൽ കൈലാക്കിന് ഭയങ്കര വലിയ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ഇവിടെ മറ്റേ റിഫ്ലക്റ്റേഴ്സിൻ്റെ ട്രയാങ്കിൾ റിഫ്ലക്റ്റേഴ്സിൻ്റെ സംഭവം കാണാം. ഫസ്റ്റ് എയ്ഡ് കിറ്റാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ബൂട്ട് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാർസൽ ട്രേയും. നമുക്കിതൊന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പുള്ളി പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട്, വലിക്കാൻ വേണ്ടിയിട്ട്. വലിച്ചിട്ട് നമുക്ക് നല്ല വൈഡായിട്ട് ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ തലയിലൊന്നും തട്ടില്ല. ഭയങ്കര ഭയങ്കര ഹെഡ് സ്പേസായി ഇവിടെ. നമുക്ക് ഉള്ളിൽ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഹാർഡായിട്ടൊന്ന് അടയ്ക്കണം. യെസ്. അതുപോലെ തന്നെ സ്കോഡാന്ന് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബ്ലാക്ക് മെറ്റൽ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ടെക്സ്ചർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. കൈലാക്കിന് ബാഡ്ജിങ് കാണാം. ഇത് ആക്ച്വലി ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. നമുക്ക് 4 വേരിയൻ്റ് ആണ് വരുന്നത്. കംഫർട്ട്, സിഗ്നേച്ചർ പ്ലസ് പിന്നെ പ്രസ്റ്റീജ്. ഇത് പ്രസ്റ്റീജ് വേരിയൻ്റ് ആണ്. കളേഴ്സ് വരുന്നത് ഏതൊക്കെയാ വെച്ചാൽ ഗ്രീന് വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, സിൽവർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ഇത്തിരി ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ചാഞ്ഞ പോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഫ്രണ്ട് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് നമ്മുടെ സ്കോഡയുടെ കോഡിയാക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയൊരു ഗ്രിൽസാണ് വന്നിട്ടുള്ളത്. അത് ആക്ച്വലി പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു റിപ്പ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സ്കോഡയുടെ വലിയൊരു സിംപ്ലി ക്ലെവർ ലോഗോ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ലൈറ്റ് ഓൺ ആക്കിയിട്ട് LED DRL വരുന്നത്. പ്രൊജക്ടർ ഹെഡ് ലാംപ്സും ഹാലജൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. ഇവിടെ ആക്ച്വലി ബ്ലാക്ക് മാറ്റ് ഫിനിഷും അതുപോലെ തന്നെ ഇവിടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഗ്രില്ലിൽ. പിന്നെ റേഡിയേറ്ററിൻ്റെ ഒരു പൊസിഷനും അതുപോലെ തന്നെ ഈ ഒരു ആഷ് ട്രീറ്റ്മെൻറ്റ് കാണാൻ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇങ്ങനെ പോയിട്ടുള്ളൊരു ഡിസൈനും അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ വരുന്ന ഒരു ഡിസൈനും ഇതൊക്കെ കാണാൻ അത്യാവശ്യം നല്ലൊരു എസ്തെറ്റിക്, ഒരു അബ്സ്ട്രാക്ട് ഡിസൈൻ പോലെ വാഹനത്തിന് ഡിസൈൻ കൂടുതലൊരു എസ്തെറ്റിക് ലുക്ക് കൊടുക്കുന്നുണ്ട്. ഇതിന് ആക്ച്വലി 17 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് വരുന്നത്. എന്നാൽ നമ്മുടെ കുറച്ചുകൂടി മിഡ് വേരിയൻ്റ് അതുപോലെ തന്നെ ബേസ് വേരിയൻ്റൊക്കെ 16 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത്. സൈഡിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, മിററിൽ തന്നെ എംബഡി ചെയ്തിട്ട്. പിന്നെ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സിൽവർ അല്ല, ഷൈനി സിൽവർ ഫിനിഷ് ആണെങ്കിലും പറയാൻ പറ്റും. ഒരു ഗ്രീൻ കളറിൻ്റെ ഹാൻഡിൽ ബാറും അതേപോലെ തന്നെ റിയർ ഡോർസിലും കാണാൻ പറ്റുന്നുണ്ട്. ഫ്യൂൽ ടാങ്ക് 45-46 ലിറ്റർ ഫ്യൂൽ ടാങ്കാണ് വരുന്നത്. നമുക്ക് വാഹനം ഒന്ന് അൺലോക്ക് ചെയ്തിട്ട് ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഹെഡ് ലാംപ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. വാഹനം ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ വാഹനം ആക്ച്വലി ഇപ്പോൾ ഓടിക്കാനുള്ളൊരു അവൈലബിലിറ്റി ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് കുറേ പ്രീ ബുക്ക് ചെയ്തവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റിയാണ് സ്കോഡ നൽകുന്നത്. നമ്മുടെ ജസ്റ്റ് ഒന്ന് ചാരി വയ്ക്കാം. നമുക്ക് മറ്റേ ഒരു LED DRL കാണാൻ ഭയങ്കര ഒരു എന്താ പറയുക പേടിപ്പിക്കുന്ന ഒരു ലുക്ക് പോലെ ഉണ്ട്. ഭയങ്കര ഒരു എന്താ പറയുക ഫിയറി ലുക്കാണ് വാഹനത്തിന് കൊടുക്കുന്നത്. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് നേരത്തെ പറഞ്ഞ പോലെ അതിൽ സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ് ബാഡ്ജിങ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ്. ക്രിസ്റ്റൽ ഞാൻ പറഞ്ഞല്ലോ, സാൻസ്ക്രിറ്റ് വേർഡിൻ്റെ ഫോർമേഷനാണ് കൈലാക്കിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അത് കാരണമാകും അവർ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ടോയിങ് ഹുക്ക് വരുന്നുണ്ട്. ബൂട്ട് തുറക്കേണ്ട ആവശ്യം, ബൂട്ടല്ല, നമുക്ക് എഞ്ചിൻ തുറക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കുഷാക്കിൻ്റെ അതേ 1 ലിറ്റർ TSI പെട്രോൾ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. നമുക്ക് ഇൻറ്റീരിയേഴ്സിൽ വർത്താനം പറയാം. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റംസ് എല്ലാം നോർമലായിട്ട് തന്നെ വരുന്ന പവർ വിൻഡോസ്, അതുപോലെ തന്നെ മറ്റേ ഗ്ലാസ് സൈഡ് മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവം, പിന്നെ ലോക്ക് ചെയ്യാനുള്ളതും. പിന്നെ ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്, സ്പീഡോമീറ്ററും അതെല്ലാം കാണിക്കുന്ന സംഭവം ഇവിടെയാണ്. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വരുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. ഫീച്ചർ റിച്ച് എന്ന് പറയുകയാണെങ്കിൽ നോർമൽ ഫീച്ചേഴ്സിനാണ് വരുന്നത്. വേറെ ന്യൂ ആയിട്ടൊന്നും ഇതിലിപ്പോൾ വന്നിട്ടില്ല. നാവിഗേഷൻ അതുപോലെ തന്നെ ഫോണ് സംഭവങ്ങളും
അതൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു കണക്ട് നമ്മുടെ കാർ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് വൈഫൈയിൽ, അതുപോലെ തന്നെ ഡിവൈസ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അതൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. പിന്നെ കോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആ സംഭവമാണ് വരുന്നത്. മെയിൻ മെനുവിൽ പോയിട്ട് ആപ്സ്, സ്കോഡ പ്ലേ ആപ്സ്, അതുവഴി നമുക്ക് ആപ്സ് ഡൗൺലോഡ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ഡ്രൈവിംഗ് ഡാറ്റ കാണാൻ പറ്റുന്നുണ്ട്. കൺസംഷൻ 8.9 km/L, അതുപോലെ തന്നെ എത്ര ദൂരം ഓടിച്ചു, ആവറേജ് സ്പീഡ് എന്തായിരുന്നു, ട്രിപ്പ് എത്ര കിലോമീറ്റർ ഓടിച്ചു, അതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വെഹിക്കിൾ സ്റ്റാറ്റസ്, ഡോർ, ഹുഡ്, ട്രങ്ക് ലിഡ്, ഓപ്പൺ സി വെഹിക്കിൾ സ്റ്റാറ്റസ് എന്ന ക്ലസ്റ്റർ, അതായത് ഡോർ തുറന്നിട്ടുണ്ടോ ഇല്ലേ, ഹുഡ്, അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബോണറ്റ്, അതുപോലെ തന്നെ ബൂട്ട്, ഇതെല്ലാം തുറന്നിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ കാണിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇത് 6 സ്പീഡ് ടിപ്ട്രോണിക് ഗിയർ ബോക്സ് ആണ്. ടിപ്ട്രോണിക് പറഞ്ഞ കൺഫ്യൂഷൻ ആവുണ്ട്, ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ്. അതുപോലെ തന്നെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്ക് ഈ വാഹനം ലഭിക്കുന്നത്. പിന്നെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജർ നമുക്ക് വരുന്നുണ്ട്. ഇനി ഈ ഒരു സെറ്റപ്പൊക്കെ നമ്മൾ ഓൾറെഡി കുഷാക്കിൽ കണ്ട സെറ്റപ്പ് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ടേൺ ഹസാർഡ് ലൈറ്റ്സ് ഇവിടെയാണ് വരുന്നത്. പിന്നെ സീറ്റ് വെന്റിലേഷൻ ഡ്രൈവറിനും അതുപോലെ തന്നെ കോ പാസഞ്ചറിനും സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. സീറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രീമിയം സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ കുഷാക്കിൽ എങ്ങനെയാണ് സീറ്റ് ഞാൻ മറന്നു എങ്ങനെ കൊടുത്തിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ഇത് ആൾമോസ്റ്റ് സിമിലർ സീറ്റ്സ് തന്നെയാണ്. ഇതിൽ കുറച്ചുകൂടി കളർ വേരിയേഷൻ വരുന്നുണ്ട്, എന്നാൽ ഇതിൽ കംപ്ലീറ്റ്ലി ഒരു ഗ്രേയിഷ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നോർമൽ ജർമ്മൻ വാഹനങ്ങളൊക്കെ കണ്ട പോലെ തന്നെ ലൈറ്റിൻ്റെ ഒരു ഓപ്ഷൻസ് ഇവിടെയാണ് വരുന്നത്. ഇത് പിന്നെ ഡിപ്പർ ലൈറ്റ്സും ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണ് വരുന്നത്. വൈപ്പറിൻ്റെ ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓടിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. യൂഷ്വൽ വണ്ടികളിലൊക്കെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ ഇവിടെയാണ് വരുന്നത്. എന്നാൽ നമ്മുടെ കൈലാക്കിൽ അല്ലെങ്കിൽ സ്കോഡ വാഹനങ്ങൾ അല്ലെങ്കിൽ ജർമ്മൻ വാഹനങ്ങളിലൊക്കെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഈ ഏരിയയിലാണ് വരുന്നത്. പിന്നെ മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. ഹോൺ നമുക്ക് നോക്കിയാലോ, കുറച്ചുകൂടി ക്യൂട്ട് ഹോണാണ്, അതിനേക്കാളും കുറച്ചുകൂടി ഫീബിൾ സൗണ്ടാണ്, എന്താണെന്നറിയില്ല. എനിവേസ് നമുക്ക് ക്രൂസ് കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ഹിൽ സ്റ്റാർട്ടർ സിസ്റ്റം, അങ്ങനത്തെ സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എയർ കെയർ പറഞ്ഞൊരു എയർ പ്യൂരിഫയർ സംഭവം വരുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫോൺ വെക്കാനും ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഞ്ഞൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, കാരണം ഹാൻഡ് റെസ്റ്റ് ഇപ്പോൾ ഇവിടെ വെക്കുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ കുറച്ചുകൂടി നീക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രഷർ ആക്കി കഴിഞ്ഞാൽ നമുക്കത് നീക്കാൻ പറ്റും. എത്രയും ഒരു ഗ്യാപ്പിൽ നമുക്ക് നീക്കിയിട്ട് വെക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു ഏരിയയിൽ സ്പെഷ്യൽ ഒരു ഗ്രീൻ, ഭയങ്കര ഡാർക്ക് എന്നാൽ ഒരു ലൈറ്റ് കളറായിട്ടൊരു ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ ഒക്കെ കാണാൻ അത്യാവശ്യം നല്ലൊരു ഡിസൈനായിട്ടുണ്ട്, ഒരു യൂണിക് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് AC വെൻസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട്, കാരണം ഈ ഒരു ഡിസൈൻ ഹെക്സഗൺ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഹെക്സഗൺ അല്ലേ, 1 2 3 4 5 6 അല്ല, ഹെക്സഗണിനായിട്ടും കൂടുതലാണ്. അതിനെന്താ പറയുക നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ എനിക്കറിയില്ല. ആ ഒരു ഡിസൈന് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ ഒരു ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, ജംഗിൾ ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയുമ്പോൾ ആ ഒരു ഡിസൈന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ടെക്സ്റ്റേർഡ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഗ്രാനൈറ്റിൻ്റെ ഒക്കെ നമ്മൾ ലുക്ക് കണ്ടിട്ടില്ല, അതേപോലെ തന്നെ സെറാമിക് പോലത്തെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ മാത്രമാണ്, മെറ്റീരിയൽ അങ്ങനത്തെ അല്ല. പിന്നെ അവിടെ ഹാർഡ് പ്ലാസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഫോൺ വയ്ക്കാനുള്ള സ്റ്റോറേജ് സ്പേസും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഐഡലിൻ്റെ സ്റ്റാച്ചു എന്തെങ്കിലും വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം, സൺറൂഫ് വരുന്നുണ്ട്. ആൻറ്റി പിഞ്ച് ടെക്നോളജി വാഹനത്തിൽ വരുന്നത്. ആൻറ്റി പിഞ്ച് ടെക്നോളജി നമ്മൾ ഓൾറെഡി ടാറ്റ കർവിൻ്റെ വീഡിയോയിൽ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ കൈ വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നിൽക്കും. ഇപ്പോൾ നമ്മളെന്തായാലും റിസ്ക് എടുക്കുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൈ വെക്കുമ്പോൾ അത് പെട്ടെന്ന് സെൻസ് ചെയ്തിട്ട് പിന്നെയും ഓട്ടോമാറ്റിക്കലി റിട്രാക്ട് ചെയ്യും, അതായത് പിന്നോട്ട് പോവും വന്ന വഴി തന്നെ. അങ്ങനെയാണ് സംഭവം വരുന്നത്. പിന്നെ ഈ ഒരു ഹെഡ് ലാമ്പ്സിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ നോർമലായൊരു സംഭവമാണ് വരുന്നത്. പിന്നെ നമ്മുടെ പിന്നിലെ റെയർ വ്യൂ മിററും, ഇവിടെ നമുക്ക് വാനിറ്റി മിറർ വരുന്നില്ല. ഇവിടെ വരുന്നുണ്ടോ? യെസ്, ഇവിടെ വരുന്നുണ്ട് നമുക്ക് വാനിറ്റി മിറർ. ഇവിടെ ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. നമുക്ക് പിന്നോട്ട് പോയിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ, ഫോർ എ ബെറ്റർ ആൻഡ് സ്പോർട്ടി ഡ്രൈവിംഗ്. പ്ലസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് സ്പോർട്ടിയായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. നല്ല റവ്വിങ് പവറുള്ളൊരു സംഭവമായിരിക്കും പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉള്ളപ്പോൾ. മാനുവൽ ഓടിക്കുന്ന അതേ ഫീലാണ് വരുന്നത്. പിന്നെ പാസഞ്ചർ എയർ ബാഗ് ഓഫ് ആക്കാനും ഓൺ ആക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. 2 C ടൈപ്പ് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് പിന്നോട്ട് പോവാം. ജസ്റ്റ് വാഹനം ഒന്ന് ഓഫ് ചെയ്യാം. അവിടെ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. ഓക്കെ, പിന്നോട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം ഹെഡ് റൂമുണ്ട്.
ലെഗ് റൂം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാഗസീൻ വയ്ക്കാനുള്ളൊരു സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല ഫോണിന് വേണ്ടിയിട്ട് വേറൊരു ചെറിയൊരു ഹോൾഡറും കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ റെയർ AC വെൻസ് വരുന്നത്, ഇത് അത്യാവശ്യം കാണാൻ നല്ല എന്താ പറയുക എസ്തറ്റിക് ലുക്ക് വരുന്നുണ്ട് നമ്മുടെ AC വെൻസ്. പിന്നെ ഇവിടെ അഗൈൻ 2 ചാർജിങ് പോർട്സ് കുറേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഏറയിൽ പിറ്റേ സംഭവമുണ്ട്, എല്ലാവരും ഫോണിലാവുമ്പോൾ ഏറ്റവും അത്യാവശ്യം ഒരു കാര്യം ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ 3 പേർക്കും പിന്നെ 3 പാസഞ്ചേഴ്സിനും ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഹെഡ് റെസ്റ്റും നല്ല ഭയങ്കര ഒരു സപ്പോർട്ടീവ് ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി പറയാനുള്ള കാര്യം നമ്മുടെ ഹാൻഡ് റെസ്റ്റ് ആണ് വരുന്നത് വിത്ത് കപ്പ് ഹോൾഡേഴ്സ്. ഓക്കെ, വേറെ ഒന്നും പറയാനില്ലല്ലോ. ഓൾമോസ്റ്റ് നമ്മുടെ കുശാക്ക പോലെ തന്നെയാണ്. വലിപ്പം ഇത്തിരി കുറവാണ്, നേരത്തെ പറഞ്ഞ 23 സെൻറ്റിമീറ്റർ കുറവാണ്. പിന്നെ ഈ ഒരു ഏരിയയിൽ ഒരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനൊരു കർവിഷ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അഗൈൻ ലൈറ്റ്സ് നമുക്ക് ഇവിടെ ഓപ്ഷൻ വരുന്നുണ്ട്, ഓണാക്കാനും ഓഫാക്കാനും. അതൊക്കെയായിരുന്നു ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് വേറെ കാര്യങ്ങൾ നോക്കാം. പിന്നെ എനിക്കൊരു കാര്യം എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇത് കുറച്ചുകൂടി ഒന്ന് ഹാർഡാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇൻ കേസ് നമ്മൾ ഷൂസ് കൊണ്ട് തട്ടുമ്പോൾ ഒരു എന്താ 10-20 പ്രാവശ്യം ഇങ്ങനെ തട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബലം കുറവാനുള്ളൊരു സാധ്യത ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് സ്കോഡ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അതൊക്കെയാണ് ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. പിന്നിലേക്ക് വരികയാണെങ്കിൽ അഗൈൻ ടെയിൽ ലാംപ്സ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ റെയർ വൈപ്പർ വരുന്നുണ്ട്, ഷാർക്ക് ഫിൻ ആൻറ്റിന, പിന്നെ ടോപ്പ് മൗണ്ട് LED ടെയിൽ ലാംപ്സ് വരുന്നുണ്ട്, ബ്രേക്ക് ലൈറ്റ്സ്. പിന്നെ നമുക്ക് ക്യാമറ വരുന്നതാണ്, റെയർ പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്, സെൻസർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഒരു ആഷ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കേർട്ടിങ് അല്ല, എന്താ പറയുക, പിന്നിലെ ആ ഒരു ബമ്പറിൻ്റെ അവിടെ ഇവിടെ ഒരു റിഫ്ലക്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ദാറ്റ് വാട്ട്സ് മേക്സ് ദി കൈലാക്ക് ഐക്കോണിക്. അപ്പോൾ അതൊക്കെയായിരുന്നു ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ കമൻസിലിടും നിങ്ങൾക്ക് ഈ വാഹനം ഇഷ്ടപ്പെട്ടില്ലേ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് പറയൂ. കുഷാക്കാണോ അത് കൈലാക്കാണോ എന്ന് കമൻസിൽ രേഖപ്പെടുത്താം. അതുവരെയും കാണുന്നത് ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. നന്ദി, നമസ്കാരം.